ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇന്ന് പുറത്തുനിന്ന് പോകണമായിരുന്നു, ഒരു മാൾ പോകണമായിരുന്നു. സോ അതുകൊണ്ട് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് തന്നെ ഫേസെല്ലാം വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ശേഷം ഞാൻ ടോണറാണ്, കുക്കുംബർ ടോണറാണ്, അത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് സ്പ്രേ ചെയ്തിട്ട് കുറച്ച് നേരം നമ്മുടെ ഫേസിലിങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം പിന്നെ ഒന്ന് ഡ്രൈ ആവാനായിട്ട് വിട്ടു. അത് കഴിഞ്ഞ ശേഷം എൻ്റെ സെറമാണ് എടുത്തിരിക്കുന്നത്. ഇത് ക്യോഞ്ചിൻ്റെ സെറമാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സെറമാണ്. തീർന്നു, സത്യം പറഞ്ഞാൽ തീരാറായി. അതുകൊണ്ട് അത് വടിച്ച് ഇതിന് കളയരുതല്ലോ, വടിച്ചാണ് എടുത്ത് തേക്കുന്നത്. തേച്ച് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ എൻ്റെ മോയ്സ്ചറൈസറാണ് എടുത്തത്. ഫേവറേറ്റ് മോയ്സ്ചറൈസറാണ്, സെറാവയുടെ മോയ്സ്ചറൈസറാണ്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 2 മിനിറ്റ് വിട്ടതിന് ശേഷം ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും. നമ്മൾ സൺസ്ക്രീൻ എപ്പോഴും അപ്ലൈ ചെയ്തിരിക്കണം. ഇപ്പോൾ ഔട്ട്സൈഡ് പോയില്ലെങ്കിലും ഇൻസൈഡ് നമ്മുടെ വീട്ടിലാണെങ്കിൽ കൂടി നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിരിക്കണം. സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത ശേഷം ഫേസ് നല്ലതായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നാം ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യണം. ഐബ്രോസ് ത്രെഡ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചെയ്യാനും കൂടിയാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഐബ്രോസൊക്കെ ഒന്ന് നല്ലതായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ എടുത്തിരിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ട്, ഞാൻ പുറത്ത് പോകുമ്പോൾ മോസ്റ്റ്ലി ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഫേസസ് ചെയ്യാനായിട്ട് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അതെടുത്തു. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. സോ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എപ്പോഴും ഫേവറേറ്റ് പറഞ്ഞ് ഞാനേ മടുത്തു. ഓക്കെ, എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ലിപ്സ്റ്റിക്ക് ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് നേരം മിററിൻ്റെ മുന്നിൽ കിടന്ന് കുറച്ച് ഷോയൊക്കെ ഇറക്കലുണ്ടല്ലോ, കുറച്ച് കിസ് കൊടുക്കൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ മുടി ഒന്ന് സെറ്റ് ചെയ്യണം. മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിന് മുന്നേ ഞാൻ ഹീറ്റ് സെറം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹീറ്റ് സ്പ്രേ ചെയ്തതിന് ശേഷം ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തിട്ടു. അതിനുശേഷം ഞാൻ വാച്ച് എടുത്തിട്ടു. ഇതാണ് ഔട്ട്ഫിറ്റ് ഇട്ടേക്കുന്നത്. ജീൻസും ഞാൻ ഹുഡിയാണ് ഇടുന്നത്. അപ്പോൾ അതും ഇട്ടിട്ട് പുറത്ത് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഇങ്ങനത്തെ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.